പൊട്ടട്ടെ, എല്ലാം വീണ് പൊട്ടട്ടെ. അല്ലെങ്കിൽ ഞാൻ മാത്രം കിടന്ന് എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? എന്റെ വിധി സഹിക്കുക എന്നെ. ദൈവമേ, ഇതുപോലൊരു പൊട്ടനെയാണല്ലോ നീ കിട്ടിയത് ഭഗവാനെ. ഇനി പിള്ളേർക്ക് ഞാൻ ഇനി എന്തോ. ജയരാജൻ രാജിവെച്ചത് ഭൂലോക മണ്ടത്തരം. മനുഷ്യൻ, എനിക്ക് വയ്യ ഇതിനെ സഹിക്കാൻ. ഈ മനുഷ്യനോട് ഞാൻ 100 വട്ടം പറഞ്ഞതാ ഇവിടെ പച്ചക്കറിയില്ല മലക്കറിയില്ല ഒന്നുമില്ല എന്ന്. എന്റെ അച്ഛൻ അന്നേ പറഞ്ഞതാ ഈ മനുഷ്യനെ കെട്ടല്ലേ കെട്ടല്ലേന്ന്. റോഡപകടത്തിൽ ഭാര്യ മരിച്ചു, ഭർത്താവ് രക്ഷപ്പെട്ടു. ഭാഗ്യവാൻ. ഡാ കുട്ടാ, കുട്ടാ എഴുന്നേക്കടാ. അതെങ്ങനെ? അച്ഛന്റെ അല്ലേ മോൻ, രണ്ടും കണക്കാ. സൂര്യൻ ഉദിച്ച് ചന്തിയിലടിച്ചാലേ എഴുന്നേക്കില്ല. ഡാ എഴുന്നേറ്റ് പോയി 2 മുട്ട വാങ്ങിച്ചോണ്ടേ. എത്ര നേരമായി? സ്കൂളിൽ പോവേണ്ടാണെന്ന് ഒരു ചിന്തയുമില്ല, കിടന്ന് ഉറങ്ങുന്നു. കുട്ടാ എഴുന്നേക്കാൻ, എന്നെ അങ്ങോട്ട് വരുത്തിക്കരുത്. എഴുതാ അവിടെ നിന്ന്. കുട്ടാ ദേ ഈ ചായ എടുത്ത് കുടിച്ചോണ്ട് വേഗം പോയി 2 മുട്ട വാങ്ങിച്ചോണ്ട് വാ. അവിടെ ഇവിടെ കറങ്ങി നിൽക്കരുത്, സ്കൂളിൽ പോകാനുള്ളതാണ്. പെട്ടെന്ന് പോയിട്ട് വരണം. നിനക്ക് സ്കൂളുള്ളതല്ലേ, നീ വേഗം ചെന്ന് 2 മുട്ട മേടിച്ചോണ്ട് വാ. വെറുതെ എന്തിനാ അവളുടെ വായിരിക്കുന്നത്? അച്ഛൻ മോനെ ഉപദേശിക്കുന്ന കേട്ട് കഴിഞ്ഞാ ഇതുപോലെ ഒരു ഉപദേശി ഈ ലോകത്തില്ലാന്ന് തോന്നും. എന്തൊരു ശുഷ്കാന്തി. എല്ലാ ദിവസവും അമ്മയോട് പോയി ചോദിക്കടാ. ആരും കണ്ടില്ലെന്ന് ആരും കണ്ടില്ല. കോഴി കോഴി എന്താ? ഒന്നുമില്ല ചേട്ടാ, കോഴിമുട്ട വാങ്ങാൻ പറഞ്ഞതാ. കോഴിമുട്ട തന്നെ വാങ്ങണേ കേട്ടാ, വേറൊന്നും വാങ്ങല്ലേ. പോയിട്ട് ഓടോ. പെണ്ണേ, ആദ്യമായി കണ്ടു ഞാൻ ഈ വഴികളിൽ നിന്നെ. പെണ്ണേ, ആദ്യമായി നിന്നു ഞാൻ ഈ വഴികളിൽ. പിന്നെ ഈ വഴിയരികിൽ അവളുടെ നിഴലിൽ ഞാൻ കാണുന്നു നാണത്തിൻ കൺപീലിയിൽ. അവളുടെ വിഴിയിൽ അവളുടെ ചിരി ഞാൻ പാടുന്നു രാഗത്തിൻ തേൻ തുള്ളി നീ. കണ്ടു ഞാൻ കർത്താവേ, പൊട്ടിയത് മുട്ടാവല്ലേ. ഓ പൊട്ടി പോയാ. എന്ത് ചെയ്യും? മുട്ട എങ്ങാനും പൊട്ടിയ ആടിച്ച് നിന്റെ തൊടയാ ഞാൻ പൊട്ടിക്കും. അതാണ് കാര്യം. നിനക്ക് 2 മുട്ട വേണം, അത്രയല്ലേ ഉള്ളൂ. ആടാ വഴിയുണ്ട്. എന്റെ കൂടെ കളിക്കാൻ പറഞ്ഞ അപ്പുവിന്റെ അച്ഛന്റെ കടയിൽ നിന്ന് വാങ്ങാം. പക്ഷെ അന്ന് പൈസ വേണ്ടേ? പൈസയൊന്നും വേണ്ട, നീ വാ. കിട്ടോ? വേറെ എന്തെങ്കിലും? വേറെ വല്ലതും വേണോ? വേണ്ട. അല്ല പൈസ. അല്ല മാമ, ഞാൻ അപ്പുവിന്റെ കൂട്ടുകാരനാണ്. അതിന് മാമ ഫ്രീ ആയിട്ട് തരില്ലേ? ഫ്രീ ആയിട്ടാ? വച്ചിട്ട് പോടാ. തന്നോട് ചൂടാ. തായിട്ട് മുട്ടയില്ല, കോഴിയിട്ട് മുട്ടയല്ലേ. എന്നിട്ട് അങ്ങോട്ട് പുഴുങ്ങി തിന്നടോ. അച്ഛനെ ഞാൻ കാണുന്നുണ്ട് കേട്ടാ. അല്ല മോനെ വൈകുന്നേരം കാണുന്നുണ്ട്. അവനിട്ട് 2 കൊടുത്തോളാം. അഞ്ചോട് പെട്ടിക്കടാ. ഒരു കാര്യം, അവന്റെ ഒരു കട. മുട്ട പോയി വീട്ടിൽ പറടാ. പറ്റൂലടാ. വഴിയുണ്ട്, വാ.
ഭാഗ്യം കുടി കോഴിയുണ്ട്. പക്ഷെ മുട്ട കിട്ടോ? അതെനിക്ക് തന്നെ പോയി നോക്കിയാലേ അറിയാവൂ. ശരിയാ, നീ പതുക്കെ എന്റെ പറയാ വന്നാ മതി. ഇവിടെ ഉണ്ടായിരിക്കും. അറിഞ്ഞുണ്ടോ? കോഴി ശബ്ദം കേൾക്കണ പെട്ടെന്നോടാ. ഇതിന് മുട്ട ഇല്ലല്ലോ. ഞാനിടണോ കുഴലിടണോ? നീ വീതി ഇട്ട്. എന്തൊരു മുട്ടയാ? അല്ല കാട്ടം. ആര് പറഞ്ഞടാ? മിന്നു, ആ കുട്ടീന് മുട്ട എടുത്തേ. എനിക്കുള്ള നീ നോക്കടാ. അതെ ശരി, ഉള്ളുമുട്ടയിലെ ചമ്മു. ഇതേത് കൂട്? എവിടുത്തെ കോഴികളാണ്? അവള് കണ്ടാ കണ്ട് ഓടാ ഓടാടാ. ഇനി ഇറങ്ങി വാ. ചോദിച്ച കോഴിയെ കാണാൻ വന്നെന്ന് പറഞ്ഞാ മതി. മിന്നു, ഇതുവരെ മുട്ട എടുത്തില്ലേ? അമ്മേ, കോഴിന്ന് മുട്ട ഇട്ടില്ല. എനിക്കൊരു സംശയം, ഈ കോഴി മുട്ട ഇടില്ലേ? ഞാൻ കണ്ടത് പൂവൻ കോഴിയാ. അപ്പൊ ഈ പൂവൻ കോഴി കാട്ടാൻ മാത്രമേ ഇടാറുള്ളൂ അല്ലേ? അന്ന് നീ ശരിക്കും എങ്ങനെയാടാ വീണ? ഒരു പെണ്ണിന്റെ നോട്ടം പോലെടാ. ഓ, അത് രണ്ടു മുട്ട പൊട്ടിച്ചില്ലേ? ഇതൊന്നല്ലേ ഉള്ളൂ. അവളോട് തുറന്നോടെ ചോദിക്കായിരുന്നു. നമുക്ക് ഒന്നുകൂടി പോയാലോ? പെണ്ണേ, ആദ്യമായി കണ്ടു ഞാൻ ഈ വഴികളിൽ നിന്നെ.